ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ ഞങ്ങളുടെ ന്യൂസിലാൻഡിലെ ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം ഹാമിൽട്ടൺ ആണ്. അവിടുത്തെ കേരള സമാജത്തില് ഇന്നാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങളിവിടെ വന്നതിന് ശേഷം എൻ്റെ അവിടുത്തെ കേരള സമാജത്തിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടൈം രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് വന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ലോട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇങ്ങനെ 11 തൊട്ട് 12 വരെ, 12 തൊട്ട് 1 വരെ, 1 തൊട്ട് 2 വരെ, ലാസ്റ്റ് 2 തോന്നുന്നുണ്ടേ, 3 മണി വരെ കേട്ടോ. 2 തൊട്ട് 3 വരെ, അങ്ങനെ ഓരോ ക്രമത്തില് അവരിങ്ങനെ ടാഗ് കൊടുത്ത് ഓരോരുത്തരിങ്ങനെ അങ്ങനെ അങ്ങനെ തരംതിരിച്ച് വെച്ചേക്കാണ്. അപ്പൊ തിരക്കില്ലാതിരിക്കാൻ, പിന്നെ പാർക്കിങ്ങിന്റെ പ്രശ്നം വരും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ. അപ്പൊ നമുക്ക് കിട്ടിയേക്കണത് കാലത്ത് 11 തൊട്ട് 12 വരെയുള്ള സമയത്താണ്. ഞങ്ങളപ്പോ ആദ്യം വിചാരിച്ചായിരുന്നത് അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും വടംവലിയും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റാന്ന് വെച്ചത്. പക്ഷെ ഓൾറെഡി മെസ്സേജ് കണ്ടു, വടംവലിയൊക്കെ കഴിഞ്ഞു. എനിക്കറിയായിരുന്നു അത് വടംവലി ഉണ്ടെന്ന്. രാവിലെ പൂക്കടം വടംവലി. പിന്നെ ഞാൻ ഇന്നലെ ലേറ്റ് ആയിട്ട് വന്നതിനോട് ഇരിക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോയി. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു അല്ലേ ഓട്ടിയെ. അപ്പൊ നമുക്ക് നാളെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. ഉച്ചക്ക് 2 മണി മുതലാന്ന് തോന്നുന്നു അല്ലേ? 2 മണി മുതലാണ്. അതും ഇങ്ങനെ മെമ്പർഷിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാൻ പറ്റും. നമ്മളാരും അതിനകത്തൊന്നും പങ്കെടുക്കുന്നില്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് പോയി കണ്ട് നമുക്കതൊക്കെ ആസ്വദിക്കാം, സപ്പോർട്ട് ചെയ്യാലോ എല്ലാവരെയും. അപ്പൊ അത് ഇന്നാണോ ശിങ്കാരിമേളം? നാളെ അല്ലേ? അപ്പൊ അത് നമ്മൾ വിചാരിക്കണതൊക്കെ നമുക്കും വീഡിയോ എടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കണത്. ഇതൊക്കെ രസല്ലേ. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഫുഡ് കഴിക്കാൻ. വാവട്ടി എന്താ കഴിക്കാൻ പോണേ വാവട്ടി? പപ്പടവും സാമ്പാറും ചോറുമാണ് വാവട്ടി കഴിക്കാൻ പോണത്. പൊന്നുസ് അടിപൊളിയായിട്ട് സദ്യ കഴിക്കില്ലേ? പൊന്നുസ് സദ്യ കഴിക്കില്ലേ? പൊന്നുസ് അടിപൊളിയായിട്ട് സദ്യ കഴിക്കും. ഞാൻ പോണത് ചോറുണ്ണാനല്ല, കറിയും പായസവും കഴിക്കാനാണ് ഞാൻ പോണത്. പപ്പടവും പായസവും പഴവും കൂടി കഴിക്കണം. കുറേ നാളായിട്ട് നമ്മുടെ അന്നത്തെ നമ്മള് സദ്യ ഉണ്ടാക്കിയപ്പോഴും നമുക്ക് അങ്ങനെ അത്രയും അങ്ങനെ ഞാൻ അങ്ങനെ കുഴച്ച് മറിച്ച് കഴിച്ചില്ല അല്ലേ. നമ്മള് നിലത്തിരുന്ന് പരിചയമില്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിലത്ത് ആദ്യം കഴിക്കാണ്ട്. ഇപ്പൊ പിന്നെ വയസ്സല്ല, നമ്മളങ്ങനെ നിലത്തിരിക്കണില്ലല്ലോ. ഭയങ്കര പാടാ. വയറൊക്കെ വെച്ചിട്ടേ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വയറില്ല, അത് നമ്മൾക്ക് അങ്ങനെ പരിചയമില്ല. പണ്ട് നമ്മള് നിലത്ത് ഇഷ്ടം പോലെ നമ്മൾ ഇരുന്നിട്ടും കിടന്നിട്ടും കഴിക്കാറുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ഇരുന്ന് ടേബിളിൽ മേലെ കഴിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ടൊരു ഇതുണ്ട്, ബുദ്ധിമുട്ട്. സത്യം. അപ്പൊ ഇവിടെ നല്ല സുഖമായിട്ട് ഇരുന്ന് ടേബിളുമൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇവര് നിലത്തെങ്ങാനാണ് ഇട്ട് തരുന്നത്? അങ്ങനെ അപ്പം സദ്യ കഴിക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് യാത്രയുണ്ട് അങ്ങോട്ട്. ആണോ? നേരത്തെ 11 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ യാത്രയുണ്ട്. അപ്പൊ ഏകദേശം ഞങ്ങൾ 10:45 അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത്. ഒരു 15 മിനിറ്റ് മുന്നേ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മള് നേരം വൈകിയെത്താണെങ്കിൽ നമ്മള് മറ്റേ റോഡിലിടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ നമ്മൾ നേരത്തെയാണ്, ഏകദേശം നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണം വലിയ കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു. എന്തോ ഞാൻ കാര്യം കൂടി പറയാൻ വേണ്ടി വന്നല്ലോ. എന്നിട്ടാ അല്ല, ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. അങ്ങനെ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം മറ്റേ മറന്നുപോയി. അത് പക്ഷെ ഇപ്പൊ തിരിച്ച് വീണ്ടും മനസ്സിലേക്ക് വന്നു. നല്ല അടിപൊളിയായിട്ട് സാരി കൊടുത്ത് നിന്റെ മുണ്ടെടുത്ത്, പിള്ളേര് ജീൻസും ഒരു ഹുഡിയാണ് ഇട്ടേക്കണത്. ഞാനൊക്കെ നല്ല അടിപൊളി സാരി കൊടുത്ത് ഇറങ്ങിപ്പോ എന്തായി? അടിപൊളി മഴ. ആരും വലിയ തോന്നിയ ദിവസം കാണിക്കില്ല പുറത്തിറങ്ങിയിട്ടില്ല. രസല്ലേ? പക്ഷേ അപ്പൊ ഒരുവിധം നല്ല മഴയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, മഴയായാലും നമ്മൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയ വഴിക്ക് പാർക്കിങ്ങിൽ ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ ചെന്നപ്പം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് വൈക്കാട്ടോ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. 11 മണിക്കായിരുന്നു നമ്മുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഒരുവിധം എല്ലാവരും ക്യൂവിലായിരുന്നു. ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു, പക്ഷെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാനും വാവട്ടിയും പൊന്നുസും അങ്ങനെ വരിയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും വാവട്ടിയും പൊന്നുസും പിന്നെ
ഒന്ന് നടന്ന് ഒരു സ്ലോ മോഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാഡ്ജ് തന്നിട്ടുണ്ടായിരുന്നു. 11 മണിക്കുള്ള ആൾക്കാർക്ക് ഒരു റെഡ് കളറിലുള്ള ബാഡ്ജായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കയ്യിൽ കെട്ടി. അങ്ങനെ കറക്റ്റ് 11 മണിയായപ്പോൾ നമ്മുടെ ആ ഡോറ് തുറന്നായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇലയും വെള്ളവും എല്ലാ സാധനങ്ങളും സെറ്റായിരുന്നു. അവർ ഓൾറെഡി എല്ലാ സാധനങ്ങളും വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ ചോറും സാമ്പാറും ഒക്കെയാണ് വിളമ്പാൻ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം 600 പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഹോളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങളുടെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ ആദ്യം തന്നെ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ തിന്ന് നോക്കുകയാണ്. ചോറ് കൊണ്ടുവരാനായിട്ട് വരണവരെ എന്തെങ്കിലും കഴിച്ച് നോക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ഓരോ കറികൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. വാവട്ടിയാണെങ്കിലും എല്ലാ കറിയും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വരണവരെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് റീലൊക്കെ സെറ്റാക്കി അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വാവട്ടി കായ വറുത്തൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ചോറെത്തി. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. എല്ലാവരും ഒരു സൈഡിൽ നിന്ന് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങി. ചോറും സാമ്പാറും പരിപ്പും അങ്ങനെ എല്ലാം ഓരോരുത്തർ ആയിട്ട് വിളമ്പി തുടങ്ങി. വാവട്ടി സാമ്പാർ കിട്ടിയ സന്തോഷത്തിൽ വേഗം തന്നെ ചോറ് കഴിക്കാൻ പോവാട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ മാവേലി വന്നു. എല്ലാ സൈഡിലേക്കും വന്ന് മാവേലി എല്ലാവർക്കും ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ സൈഡിൽ കൂടെ മാവേലി വന്നു പോയായിരുന്നു. അങ്ങനെ മാവേലിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ചോറ് വേഗം തന്നെ തിന്നു കഴിഞ്ഞായിരുന്നു. ഇനി അടുത്തത് പായസത്തിനുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ വേഗം പപ്പടവും പഴവും എല്ലാം കുഴച്ച് പായസം കഴിക്കാനുള്ള സെറ്റിലിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പായസവും അവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് പായസം പപ്പടം പഴവും കൂട്ടി ഞാൻ കഴിക്കണേ. വാവട്ടി മനസ്സ് ആദ്യമേ പറഞ്ഞവർക്ക് വേണ്ടാന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കുള്ള പായസം ഞങ്ങൾ ഗ്ലാസ്സിലാണ് വാങ്ങിച്ചത്. പക്ഷെ അതെല്ലാം ലാസ്റ്റ് കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പപ്പടവും പഴവും പായസമൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാൻ പോവാം. വാവട്ടി പപ്പടം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് പായസം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനത് കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വരുമ്പോൾ അവിടെ മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊരു അവസരം എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞു. അപ്പോഴാണ് നമ്മളവിടെ കണ്ടത് പുറകു സൈഡിൽ തന്നെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ പലതരം വളയും മാലയും കമ്മലുകളും ഡ്രസ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി. പക്ഷേ $25-30 നല്ല നല്ല മാലകളുണ്ടായിരുന്നു. ഈ മാലയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് $25 എഴുതി വെച്ചേക്കണേ. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വളയും മാലയൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ ചെന്നിട്ടായാലും നമുക്കത് വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ എല്ലാ സദ്യകളും റെഡിയാക്കിയത് ഹാമിൽട്ടണിലുള്ള സോൾട്ട് മാംഗോ ട്രീ എന്നുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കർണൻ എന്ന് പറഞ്ഞ ആനയാണ് കേട്ടത്. അപ്പോൾ ഈ ആനയുടെ കണ്ണും ചെവിയും വാലും എല്ലാം അനങ്ങണുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ഒരു പരസ്യം കൂടിയാണ്, സോൾട്ട് മാംഗോ ട്രീ എ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു അത്തപ്പൂക്കളം കൂടി കാണാമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അപ്പം എല്ലാവർക്കും അവിടെയും നിന്നിട്ടും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. നിൻ്റെ ഏട്ടനും വാവട്ടിയും കൂടി പോയിട്ടാണ് ഈ ആനയുടെ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ നോക്കി, ആനയുടെ കണ്ണനങ്ങുന്നുണ്ട്, ചെവി അനങ്ങുന്നുണ്ട്, അതിന് വലിയ 2 കൊമ്പുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വാലും അനങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തോ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് തോന്നുന്നു. വാലും അനങ്ങുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഹാളിൻ്റെ തൊട്ട് പുറകിലായിരുന്നു കലവറ. ഞങ്ങൾ ചെന്നപ്പം അവിടെ പപ്പടം വറുത്ത് കോരുന്നുണ്ടായിരുന്നു, ചോറ് വാർക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പന്തിയിലായിരുന്നു ഇരുന്നായിരുന്നത്. ഇനിയും 4-5 സെറ്റും കൂടി ആൾക്കാർ വരാനുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഉള്ളത് അവർ സെറ്റാക്കായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചോറിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അടിച്ചു പൊളിച്ച് ഫുഡ് കഴിച്ചില്ലേ? ഇഷ്ടമായി ഫുഡ്. അവിടെ അത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അടിപൊളി ഫുഡ്. മറ്റേ സോൾട്ട് മാംഗോ ട്രീ എന്നുള്ള ഹാമിൽട്ടണിലെ ഒരു റെസ്റ്റോറൻറ്റ്, അവരാണ് അതിന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തത്. അടിപൊളിയായിരുന്നു. പായസമൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് അങ്ങനെ ആലോചിക്കായിരുന്നു പപ്പടവും പഴവും പായസം കൂടി ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കണമെന്ന്. ഞാൻ തന്നെ അങ്ങനെ എൻ്റെ എണ്ണൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അതായത് ഞാൻ തന്നെ ഇങ്ങനെ കുഴച്ച് കഴിച്ചിട്ടില്ല. പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ എന്ത് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടാലും ഒരു റീല് മുഖ്യമ്പിക്കല് എന്ന് പറയണ പോലെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അടുത്ത് തന്നെ ഒരു ഗാർഡൻ പോലെയുണ്ട്. അപ്പോൾ അവിടെ വന്നത് ഞാൻ എൻ്റെ കൂടി. പിള്ളേർ വണ്ടിക്കകത്തിരിക്കുക, നല്ല തണുപ്പുണ്ട്, മുക്കിന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി. അപ്പോൾ റീലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവാന്ന് വിചാരിക്കണം. അപ്പോൾ അടിപൊളി ഫുഡാണ്. നമുക്കിനി പിള്ളേരോടും കൂടി ചോദിച്ചു നോക്കട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടോന്ന്. വാവട്ടിയാണെങ്കിലും കുറച്ചൊക്കെ കഴിച്ചുള്ളൂ, എല്ലാ കറികളൊന്നും കഴിച്ചില്ല. അപ്പം നമുക്ക് അവരോടും കൂടി ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ പൊന്നസേ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? പൊന്നസ് ഇഷ്ടമായാ? പായസം കുടിച്ചോ? അടിപൊളിയാണോ?
പാവുട്ടിയോ? എനിക്ക് ഇഷ്ടായി. എന്തൊരു ഇഷ്ടായ? സാമ്പാറ്, ആ. പരിപ്പ്, പപ്പടം. ആ എന്നിട്ട് എനിക്ക് ഉപ്പ് കിട്ടിയില്ല. ഉപ്പാ? ഉപ്പ് കിട്ടിയില്ല. ആ പാവുട്ടിയുടെ ഉപ്പിന്റെ മുകളിൽ അച്ചാറുകളും പോയി അല്ലേ? അപ്പൊ എനിക്ക് ഉപ്പ് കിട്ടിയില്ല. പക്ഷെ നീ കഴിച്ച സാധനങ്ങളൊക്കെ നിനക്ക് ഇഷ്ടായോ? ആ. ബാക്കി ഒരു കറി നീ ടേസ്റ്റ് ചെയ്തില്ല? ഞാൻ ടേസ്റ്റ് ചെയ്തല്ല അതും. ആ പക്ഷെ എനിക്കൊന്നും ഇഷ്ടമല്ല. പച്ചക്കറി ഇഷ്ടമില്ലാത്തല്ലേ? അങ്ങനെ അടിപൊളിയാ ഫുഡ്? ആ. ഇഷ്ടായ? മാവേലിനെ കണ്ടത് ഇഷ്ടായ? ആ അവിടുത്തെ ആനനെ കണ്ട നീ? ആ ഇങ്ങനെ കണ്ണൊക്കെ മൂവുണ്ട്. ആ അല്ലാത്തൊന്നും ഇഷ്ടം. അതിന്റെ ചെവിയൊക്കെ അനങ്ങൂല്ലേ അങ്ങനെ? എങ്ങനെ സദ്യ? സത്യം എനിക്കൊന്നും പറയാൻ പറ്റില്ല സദ്യ വെച്ചിട്ട്. ശരിക്കും വയറ് നിറഞ്ഞിട്ട് തലയൊക്കെ കറങ്ങണല്ലേ? ഞാൻ ആദ്യം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പും ചോറും കൂടി കഴിച്ചു, പിന്നെ സാമ്പാറും ചോറും കൂടി കഴിച്ചു. നല്ല ഇത്തിരി രസം ചോറും കഴിച്ചാ? പിന്നെ രസം ചോറ്. ഞാൻ രസം ചോറും കഴിച്ചില്ല. മോരുണ്ടായിരുന്നല്ലോ. കാളൻ നമ്മുടെ അടുത്തേക്ക് വന്നില്ല, അതറിഞ്ഞായിരുന്നോ? കാണുന്നുണ്ടായിരുന്നു. നിന്റെ വന്നാ? രണ്ടാമത് വന്നപ്പോ ഞാൻ പക്ഷെ വാങ്ങിച്ചപ്പോഴേക്കും എന്റെ ചോറിനുള്ള കഴിഞ്ഞായിരുന്നു. ഞാൻ പിന്നെ എല്ലാം കഴിപ്പിച്ചു. എത്ര ഗ്ലാസ് പായസം കുടിച്ചു? ഞാൻ 2 ഗ്ലാസ്. എത്ര മോനെ ചെറിയ ഗ്ലാസ് അല്ലേ? പാവട്ടി പെണ്ണോ? അപ്പൊ എത്ര ഗ്ലാസ് പായസം കുടിച്ചു? 2 കുടിച്ചു. ആ പിന്നെ വീണ്ടും വാങ്ങിച്ചു രണ്ടാമത്. അപ്പൊ 2 പ്രാവശ്യം ഇലയില് വാങ്ങിച്ചു, വീണ്ടും മറ്റേ ഗ്ലാസ്സിൽ 2 പ്രാവശ്യം വാങ്ങിച്ചു. ഇലയില് കൊടുത്ത് കൂട്ടണ്ട, നീ ചോദിച്ചു ഗ്ലാസ്സിലല്ലേ ചോദിച്ചത്? അപ്പൊ 4 ഗ്ലാസ്സിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ മാറ്റി. എന്തോരം പായസം കുടിച്ചു? പായസം ഒരു 1/2 കപ്പ്. എന്റെ ഇഷ്ടം പോലെ കുടിച്ചു. കപ്പ് അപ്പയുടെ അല്ലേന്നുള്ളത്. ഞാൻ അങ്ങനെയല്ല, എന്റെ കപ്പിന്ന് പാവട്ടിയുടെ കപ്പ്. റീഫിലിന് ആ പാട്ടിന് കപ്പ്. ആ അടിപൊളിയായിട്ട് കുടിച്ചിട്ടുണ്ട്. ഞാനെന്ത് കഴിച്ചെന്നറിയോ? ഈ സാധനം പിള്ളേര് കഴിക്കണില്ല, അപ്പൊ ഞാനത് വേസ്റ്റ് ആക്കണ്ടല്ലോ, വേസ്റ്റ് ആക്കണ്ട. ടേസ്റ്റ് ആക്കണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാതിരിക്കണം. അയ്യമാര് വാങ്ങി. ഇല്ല, ഞാൻ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടി കുടിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ പറഞ്ഞതാ. പിന്നെ ഈ പായസം ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ സോൾട്ട് മാങ്കോട്ടിൽ ഫുഡ് കഴിച്ചപ്പോ അല്ലേ? നല്ലതാ. അതന്നെ പാലടല്ലേ? അതന്നെ കറക്റ്റ് ടേസ്റ്റ്. അത് പപ്പടവും പഴമൊക്കെ കൂട്ടിട്ട് കുഴച്ച് തിന്നുന്നുണ്ട് സാറേ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്തോ വേവാത്ത പോലെ തോന്നിയായിരുന്നു ഒരു കറി. അവിയല് ശരിക്കും പറഞ്ഞാൽ നല്ല അങ്ങനെ കറക്റ്റ് വേവാൻ പാടുള്ളൂ, വെന്തൊടയാൻ പാടില്ല, അതറിയോ? അതെനിക്കറിയാം, പക്ഷെ നമുക്ക് പല്ലിന് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് എന്റെ ഈ പല്ലൊക്കെ പ്രശ്നമാവട്ടി പന്നോ. എനിക്കാണ് പല്ലിന് പ്രശ്നമില്ലല്ലോ. നിന്റെ വലിയ പ്രശ്നം, പക്ഷെ എനിക്ക് പല്ലിന് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങള് ഇനി പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇന്നത്തെ ആഘോഷം കഴിഞ്ഞ് നാളെ നമുക്ക് ഇവിടെ ഹാമിൽട്ടൺ കേരള സമാജത്തിന്റെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോ അതും കൂടി നമുക്ക് വന്നിട്ട് കാണണം. 2 മണി മുതലേ കാണാൻ തോന്നും. അപ്പൊ ഒന്നും കൂടി മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. 2 മണി മുതൽ ഡാൻസും പാട്ടും ശിങ്കാരി മേളം. വെറുതെ പറയണ അത് ശിങ്കാരി മേളത്തിൽ ചിലപ്പോ അപ്പ കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ തുള്ളുമായിരിക്കും. ശിങ്കാരി മേളം എന്നല്ലേ അതിനെ പറയാ? ശിങ്കാരിമാളം തന്നെയാ. അങ്ങനെയാണോ? അപ്പൊ അതുണ്ട്. ശിങ്കാരിമാളുണ്ട്, അതിന് ഡാൻസ് ഉണ്ട്. എന്റെ ടിക്കറ്റ് ഡാൻസ് അടിപൊളി. അവരോട് കളിക്കാൻ പൊന്നിസുണ്ടാ? അങ്ങനെ അപ്പം തകർത്ത് ഞങ്ങള് ഇന്നത്തെ സദ്യ. അതായത് നമ്മളിങ്ങനെ മേശയമൊക്കെ ഇരുന്ന് കഴിക്കുമ്പോ കുറച്ചും കൂടി സുഖം അല്ലേ? നമ്മള് നിലത്തിരുന്ന് കഴിക്കുന്നേക്കാളും. നിലത്തിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് എന്നിട്ട് പറയാം സുഖമായിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും. നമ്മൾ ആസ്വദിച്ച് ഇരുന്നൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. പഠിച്ച്